നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. അസാധാരണ സംഭവങ്ങൾ തന്നെയാണ് അടുത്തിടെയായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേവലം 24 മണിക്കൂറുകൾക്കുള്ളിൽ സംഭവിക്കാനിരിക്കുന്നത് എന്ത് എന്നുള്ള കാര്യത്തിലാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എക്സാലോജി കമ്പനിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കരിമണൽ കമ്പനിയിൽ നിന്നും വാങ്ങിയ മാസപ്പടിക്കും പൂർണ്ണ പിന്തുണയാണ് ഈ ഘട്ടത്തിലും CPM നൽകുന്നത് എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം. ഇതിനു മുൻപ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെച്ചു പുലർത്തിയ നയങ്ങളൊന്നും തന്നെ ഇപ്പോൾ പുലർത്തുന്നില്ല, പാലിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം അണികൾക്കിടയിൽ തന്നെ താഴെ തട്ടിൽ നിന്നും മോൾത്തട്ടിൽ വരെ ഉയർന്നു കേൾക്കുന്ന വലിയ വിമർശനമായി തന്നെയാണ് നോക്കിക്കാണേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇതൊക്കെ തന്നെ അലക്കി വെളുപ്പിക്കാനുള്ള വലിയ തത്രപ്പാടിൽ തന്നെയാണ് CPM. താഴെ തട്ടിലുള്ളവർക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ലഘുരേഖയായി തന്നെ എക്സാലോജിക്കിനെ ന്യായീകരിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. എക്സാലോജിക്ക് വിവാദമെന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനത്തെയും സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും തേജോവധം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നുള്ള വിശദീകരണം ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിലുള്ളൊരു വിരോധാഭാസം, ഇരട്ട നീതി, ഇതുതന്നെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. വ്യക്തമായ കണക്കുകളോടെ ബാങ്കുകളിലൂടെ നടത്തിയ കമ്പനിയുടെ ഇടപാടാണ് ഇതെന്നാണ് പാർട്ടി പറയുന്നത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിയമസഭാ മണ്ഡലങ്ങളിലൂടെ ശില്പശാലയിൽ ഈ രേഖ പങ്കുവെച്ചുകൊണ്ട് വീണ വിജയനും കമ്പനിക്കും മുഖ്യമന്ത്രിക്കും പാർട്ടിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിലെ, ക്ലീൻ ചീറ്റ് നൽകുന്നതിലെ നയമെന്ത് എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. സാധാരണഗതിയിൽ ഈ വിഷയങ്ങളൊക്കെ തന്നെ പാർട്ടി വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുകയും പാർട്ടിയുടേതായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി കൃത്യമായൊരു സമീപനം സ്വീകരിച്ച് ജനങ്ങൾക്കുതകുന്ന രീതിയിൽ, ആരെയും സംരക്ഷിക്കാത്ത രീതിയിൽ ന്യായത്തിൻ്റെ പക്ഷം പിടിച്ചു നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ അപജയം സംഭവിച്ചിരിക്കുന്നുവെന്നാണ് പലരും പറയുന്നത്. നേതാക്കൾക്കെതിരെയോ കുടുംബാംഗങ്ങൾക്കെതിരെയോ ഗുരുതരമായ ആരോപണം ഇങ്ങനെ ഉയർന്നു കേട്ടാൽ സാധാരണഗതിയിൽ ബന്ധപ്പെട്ട ചുമതലകളിൽ നിന്നും ആരാണോ ആ നേതാവ്, പാർട്ടി ചുമതലയൊക്കെ തന്നെ വിട്ടൊഴിഞ്ഞ് മാറണം. അധികാര സ്ഥാനത്ത് നിന്നാണെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കണം. ഇങ്ങനെയൊരു നടപ്പ് വശം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊന്നും തന്നെ കാണാനില്ല. വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് സംസ്ഥാനത്തിന് റിപ്പോർട്ട് ചെയ്ത് തന്നെയാണ് തീരുമാനം കൈക്കൊള്ളുന്നത്. ഗുരുതരമായ കൃത്യവിലോപം നടന്നുവെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരും. പണിഷ്മെൻറ്റ് ഏതെങ്കിലും തരത്തിൽ ലഭിക്കും. തരം താഴ്ത്തുകയോ മറ്റ് നടപടികളിലേക്ക് കടക്കുകയോ ഒക്കെ തന്നെ ചെയ്യും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും വേണ്ടി ഈ നിയമങ്ങളൊക്കെ തന്നെ, ഈ നിലപാടുകളൊക്കെ തന്നെ, നയങ്ങളൊക്കെ തന്നെ പാടെ തിരുത്തി എഴുതുകയാണ് ചെയ്യുന്നത്. വീണ വിജയനോ മുഖ്യമന്ത്രിക്കോ ഇതൊന്നും ബാധകമല്ല എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കനത്ത പ്രതിരോധമാണ് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വീണ വിജയനും എക്സാലോജിക്കിനും ഇടയിൽ CPM തീർക്കുന്നത്, പ്രതിരോധം തീർക്കുന്നത്. വലിയൊരു മതിൽ തന്നെയാണ് കവചമാക്കി കൊണ്ടുവരുന്നത്. വരുന്ന തിരഞ്ഞെടുപ്പിൽ എക്സാലോജിക്ക് എന്നത് തിരഞ്ഞെടുപ്പ് വിഷയമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനെ വഴിതിരിച്ചു വിടാനുള്ള ഒരു നീക്കമാണ് നിയോജക മണ്ഡല അടിസ്ഥാനത്തിലൂടെ ശില്പശാലകൾ നടത്തി അവിടെ അച്ചടിച്ചിറക്കിയ കുറിപ്പുമായി നേതാക്കൾ തന്നെ നേരിട്ടിറങ്ങി വിശദീകരണം നൽകി പോരുന്നത്. ഉന്നത നേതാക്കൾ പോലും ഇതിനായി രംഗത്തുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന ഭാഗത്താണ് എക്സാലോജിക്കിനെ കുറിച്ചും ഗുരുതരമായ പരാമർശം ഉന്നയിക്കുന്നത്. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞാക്രമിക്കുന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നുവെന്നും മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി തേജോവധം ചെയ്യുക എന്ന ഗൂഢലക്ഷ്യത്തോടെ നിരവധി കള്ളക്കഥകൾ മെനയുന്ന രീതി കേന്ദ്ര ഏജൻസികളുടെയും അതുപോലെ തന്നെ ചില സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടന്നു വരികയാണെന്നും ഈ രേഖയിൽ പറയുന്നു. CPM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ പല കേസുകളിലായി അകത്താകപ്പെട്ടു. പല കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായി. അന്ന് സംരക്ഷിക്കാതിരിക്കുകയും അന്ന് ക്രൂശിക്കപ്പെടുകയും ചെയ്ത ഒരു വസ്തുതയാണ് ഏവരും കണ്ടത്. എന്നാൽ ഇന്ന് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് വീണ വിജയനെതിരെ ഗുരുതരമായ ആരോപണം കേന്ദ്ര ഏജൻസികൾ തന്നെ ഉയർത്തുമ്പോൾ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡും ബംഗളൂരു ROCയും ഇങ്ങനെ ഒരു രൂക്ഷമായ വിമർശനം നടത്തിയിരിക്കുമ്പോൾ അവരെ സംരക്ഷിക്കുകയും അവരെ ഏത് വിധേനയും രക്ഷപ്പെടുത്തിയെടുക്കാനായി ഏതറ്റം വരെയും പോകുന്ന ഒരു നീക്കം, അതുതന്നെയാണ് വലിയ തോതിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. കമ്മിറ്റി ഓഫീസുകൾ തോറും പല രീതിയിൽ വിമത സ്വരങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്, വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്. കമ്മിറ്റികളിൽ ചർച്ച ചെയ്താൽ ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകില്ല എന്നുള്ളത് വ്യക്തമായി തന്നെ CPMന് മനസ്സിലാകുന്നുണ്ട്. ഒരു തുറന്ന ചർച്ച, അതിലേക്ക് കടക്കാനുള്ള ഭയപ്പാട് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നത്. എന്തുകൊണ്ട് ഇതിനെ ഇങ്ങനെ ഭയക്കുന്നു എന്നുള്ളതാണ് ഹൈക്കോടതി പോലും ചോദിച്ചത്. ഇതോടെയാണ് മുഖ്യമന്ത്രിയെയും വീണ വിജയനെയും അങ്ങേയറ്റം വെള്ളപൂശുന്ന രീതിയിൽ ലഘുലേഖകൾ പല രീതിയിൽ സംസ്ഥാനത്തുടനീളം കൊടുത്തു പോരുന്നു. ഇനിയൊരു ചോദ്യം വിമതസ്വരമായി ഉയർന്നു കേട്ടാൽ എല്ലാം തന്നെ അതിൽ വിശദീകരിച്ചിട്ടുണ്ട്, വായിച്ചു മനസ്സിലാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തടിയൂരാനും സാധിക്കും. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഉന്നം വെച്ചുള്ള ഒരു ആരോപണമായി തന്നെയാണ് മാസപ്പടിയെ കൊണ്ടുവന്നതെന്നാണ് ഈ രേഖയിലൂടെ പറയുന്നത്. വ്യക്തമായ കണക്കുകളോടെ ബാങ്കുകളിലൂടെ നടത്തിയ എക്സാലോജി കമ്പനിയുടെ ഇടപാടുകളെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തുന്നുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ എന്ന തലക്കെട്ടിന് താഴെയാണ് എക്സാലോജിക്കിന് ആ ഇടപാടിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. കമ്പനിക്ക് പോലും പരാതിയില്ല, വിഷയത്തിൽ അവരുടെ വാദം പോലും കേൾക്കാതെയാണ് പ്രചാരണം നടത്തിയതെന്നും ഇതിലൂടെ വിമർശിക്കുന്നുണ്ട്.
എന്നാൽ എന്തിന് പണം നൽകിയെന്നോ എന്തിന് പണം വാങ്ങിയെന്നോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തമാക്കലും ഒരു തരത്തിലുള്ള നീക്കങ്ങളും നടത്തിയിട്ടില്ല. എന്ത് സേവനമാണ് നൽകിയതെന്നുള്ളത് മാന്യമായി തുറന്നു പറഞ്ഞാൽ തന്നെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതുപോലും തുറന്നു പറയാനായി സാധിക്കുന്നില്ല. എന്താണ് നൽകിയതെന്ന് പറയാൻ പോലും കഴിയുന്നില്ല. സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനത്തെയും സംസ്ഥാന സർക്കാരിനെയും തേജോവധം ചെയ്യുന്നതിനുള്ള ആരോപണമായി തന്നെയാണ് ഇതിനെ എടുത്തിരിക്കുന്നതെന്നാണ് CPM വാദിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു, സർക്കാരിലേക്ക് അത് കടക്കുന്നു. അപ്പോഴാണ് എക്സാലോജി കമ്പനിക്ക് സമൻസ് അയച്ച് SFI ഒരു നീക്കം നടത്തിയത്. കമ്പനിയുടെ സേവനം, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച് രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് തന്നെയാണ് ഈ സമൻസ് അയച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും കഴിഞ്ഞ ദിവസം മുറുകിയിരുന്നു. വളരെ വേഗത്തിൽ ഇതേക്കുറിച്ചുള്ള വിശദീകരണം നൽകാൻ വീണ വിജയൻ ബാധ്യസ്ഥയാണ്. SFI അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വീണ കർണാടക ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ സമൻസ് കൂടി ഇപ്പോൾ വന്നിരിക്കുന്നത്. എക്സാലോജിക് CMRL ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ ആവശ്യപ്പെട്ടാണ് അന്വേഷണ ഏജൻസി സമൻസ് അയച്ചിരിക്കുന്നത്. കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖകൾക്കൊപ്പം സമൻസും നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കമ്പനി ഉടമ എന്ന നിലയിലാണ് വീണ വിജയന് സമൻസ് അയച്ചത്. കമ്പനിയുടെ സേവനം, പണമിടപാടുകൾ എന്നിവ സംബന്ധിച്ച രേഖകൾ വളരെ വിശദമായി സമർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് KCDC കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അന്വേഷണത്തെ എന്തിനു ഭയക്കുന്നു എന്ന ചോദ്യം കോടതി ഉന്നയിച്ചതോടെയാണ് ഇതിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നത്. ഇനി കാത്തിരിക്കുന്ന ദിനം തിങ്കളാഴ്ച തന്നെയാണ്. കർണാടക ഹൈക്കോടതി വീണയുടെ ഹർജി പരിഗണിക്കും. രാവിലെ 10:30 ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കും. ജസ്റ്റിസ് M. നാഗപ്രസന്നയുടെ ബെഞ്ച് തന്നെയായിരിക്കും ഈ ഹർജി പരിഗണിക്കുന്നത്. അന്വേഷണത്തിന് ഉത്തരവിടാൻ ആധാരമായ വിവരങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കണമെന്നും അന്വേഷണത്തിൻ്റെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് വീണ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി തീർപ്പാക്കുന്നതുവരെ കോർപ്പറേറ്റ് ലോ സർവീസ് ഓഫീസറായ M. അരുൺ പ്രസാദിൻ്റെ സംഘം സെർച്ച്, ചോദ്യം ചെയ്യൽ ഇങ്ങനെയുള്ള നടപടികളിലൊന്നും തന്നെ കടക്കരുതെന്നും എക്സാലോജിക്കിനും കമ്പനി ഉടമ വീണ വിജയനുമെതിരെ നടത്തരുത്, അങ്ങനെയുള്ള നടപടികൾ സ്വീകരിക്കരുത് എന്നുള്ള നിർദ്ദേശം കോടതി തന്നെ നൽകണമെന്നാണ് ഈ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായിരിക്കുമെന്നുള്ളത് നാളെ തന്നെ കണ്ടറിയാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.